നമ്മളെല്ലാവരും മാട്രസിലായിരിക്കും കിടന്നുറങ്ങുന്നത്. വല്ല തറയിലോ തടിയിലോ മേശയിലോ ഒക്കെ കിടന്നാൽ പോലെ. പക്ഷേ ആരും അങ്ങനെ കിടക്കത്തില്ല. കാരണം ഉറക്കം എന്ന് പറയുന്നത് ഒരു ജീവിതത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ്. നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് കിടന്നുറങ്ങണം. അതിനാണ് നമ്മൾ വില കൂടിയ മാട്രസുകളും പല ടൈപ്പ് മാട്രസുകളുണ്ട്. അതൊക്കെ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് ഏറ്റവും നല്ല മാട്രസ് ഇതാണെന്ന് നോക്കി അതായിരിക്കും നമ്മൾ വാങ്ങിയിട്ട് ഉറങ്ങാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതിൽ ചില മാട്രസുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും. ചിലത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല നടുവേദനയും പുറം വേദനയും അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് പലർക്കും ഉണ്ടാകുന്നുണ്ട്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു മാട്രസ് എനിക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് നല്ല നടുവേദന ഒരു മാട്രസ് ഉപയോഗിച്ച സമയത്ത് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ മാട്രസ് മാറി ഓർത്തോ മാട്രസിലേക്ക് മാറി. ഓർത്തോ മാട്രസ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നി. അപ്പൊ ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ രണ്ട് മാട്രസുകൾ പരിചയപ്പെടുത്താം. രണ്ടും വളരെ പോപ്പുലർ ആയിട്ടുള്ള രണ്ട് ബ്രാൻഡുകളാണ്. എമ മാട്രസ് ഉണ്ട്, അതേപോലെ തന്നെ വേക്ക് ഫിറ്റ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഷേപ്സ് ആൻഡ് ഓർത്തോപീഡിക് മാട്രസ് എന്ന് പറയുന്ന ഒരു മാട്രസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കമ്പാരിസൺ വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം. രണ്ട് മാട്രസുകളെ കുറിച്ചുള്ള ഒരു കമ്പാരിസൺ. അപ്പം നിങ്ങൾ ഒരു മാട്രസ് ഒക്കെ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, അതും ഓർത്തോ മാട്രസ് വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവും. വീഡിയോ അവസാനം വരെ കണ്ടതിന് ശേഷം അഭിപ്രായങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. സംശയങ്ങളുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. എമ ഓർത്തോ മാട്രസും വേക്ക് ഫിറ്റ് ഓർത്തോ മാട്രസും ഞാൻ ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ രണ്ട് മാട്രസിനെ കുറിച്ചുള്ള വീഡിയോ മുമ്പ് ചെയ്തിട്ടുമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ കമ്പയർ ചെയ്യാൻ കുറച്ച് ഈസിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ഇതിന്റെ പ്രൈസിംഗിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. എമ ഓർത്തോ മാട്രസിന്റെ 70 to 36 ഇഞ്ചിന് 8499 രൂപയാണ് വില. ഓൺലൈൻ പ്രൈസ് ആണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ ഈ ഒരു പ്രൈസിന് നിങ്ങൾക്ക് എമയുടെ ഓർത്തോ മാട്രസ് വാങ്ങാൻ പറ്റും. ഇനി വേക്ക് ഫിറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സെയിം സൈസിലുള്ള വേക്ക് ഫിറ്റിന്റെ ഷേപ്സ് ആൻഡ് ഓർത്തോപീഡിക് മാട്രസിന് 7499 രൂപയാണ് വരുന്നത്. അപ്പൊ ഈ രണ്ട് മാട്രസുകളുടെയും പ്രൈസിംഗിൽ തന്നെ ഏകദേശം 1000 രൂപയുടെ ഡിഫറൻസ് വരുന്നുണ്ട്. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഓൺലൈനിൽ നമ്മളിങ്ങനെ മാട്രസുകളൊക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ പ്രൈസിംഗിൽ നല്ല വേരിയേഷൻ ഉണ്ടാവും. ഇന്നുള്ള വില ആയിരിക്കത്തില്ല ചിലപ്പോൾ നാളെ. വലിയ ഡിഫറൻസ് ഒന്നും ഉണ്ടാകത്തില്ല. ചിലപ്പോൾ 100-200 രൂപയൊക്കെ വില വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അടുത്തത് വേക്ക് ഫിറ്റ് ഒരു D2C ബ്രാൻഡാണ്. ഡയറക്ട് ടു കൺസ്യൂമർ ബ്രാൻഡാണ്. അവരുടെ ഫാക്ടറിയിൽ ഈ മാട്രസ് ഉണ്ടാക്കുന്നു. അത് നേരെ നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് എത്തിച്ചു തരുന്നു. ആ ഒരു രീതിയിലാണ് വേക്ക് ഫിറ്റ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മിഡിൽ മാൻ നമ്മൾ ക്യാഷ് കൊടുക്കുകയോ കമ്മീഷൻ കൊടുക്കുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അതായത് ഷോപ്പുകളിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഇത് കൊണ്ടുവരുന്ന വഴിക്കൊക്കെ ആരൊക്കെ ഇത് കൈകാര്യം ചെയ്യുന്നു, ആരുടെയൊക്കെ കൈമറിയുന്നു, അവർക്കൊക്കെ പൈസ കൊടുത്തിട്ടാണ്, കമ്മീഷൻ കൊടുത്താണ് ഇത് ഷോപ്പിൽ എത്തുന്നത്. അപ്പം ആ കമ്മീഷൻ കൊടുത്ത ഷോപ്പിൽ എത്തുന്നത് വരെ ആർക്കൊക്കെ കമ്മീഷൻ കൊടുത്തിട്ടുണ്ടോ അതൊക്കെ ഒരു കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് ആ ഒരു ഷോപ്പ് ചാർജ് ചെയ്യും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ വേക്ക് ഫിറ്റ് ഒരു D2C ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ നല്ല ഡിസ്കൗണ്ടിൽ നമുക്ക് വേക്ക് ഫിറ്റ് മാട്രസുകൾ നല്ല ക്വാളിറ്റി ഉള്ളത് വാങ്ങാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം തന്നെ ഈ എമ മാട്രസ് ആയിക്കോട്ടെ വേക്ക് ഫിറ്റ് ആയിക്കോട്ടെ, ഇതിന്റെ രണ്ടിന്റെയും ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പല കാർഡ് ഓഫറുകളൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ കാർഡ് ഓഫറിലൊക്കെ നല്ല ഡിസ്കൗണ്ട് നമുക്ക് മാട്രസുകൾ വാങ്ങുന്ന സമയത്ത് ലഭിക്കുന്നതാണ്. ഇക്കാര്യം എമ മാട്രസിൽ നോക്കുന്നുണ്ടെങ്കിൽ എമ ഒരു മെയ്ഡ് ഇൻ ഇന്ത്യ ബ്രാൻഡ് അല്ല, ഇതൊരു ജർമ്മൻ ബ്രാൻഡാണ്. അതേപോലെ D2C അഡ്വാൻറ്റേജും ലോക്കൽ സർവീസ് അഡ്വാൻറ്റേജും ഒന്നും നമുക്ക് എമയിൽ ലഭിക്കത്തില്ല. ഇനി ഈ രണ്ട് മാട്രസുകളുടെ മെറ്റീരിയൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എമ മാട്രസിലും മെമ്മറി ഫോം ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. വേക്ക് ഫിറ്റിലേക്ക് വരുമ്പോൾ വേക്ക് ഫിറ്റിലും മെമ്മറി ഫോം ആണ്. പക്ഷേ വേക്ക് ഫിറ്റിൽ 100% പ്യൂർ ആയിട്ടുള്ള മെമ്മറി ഫോം ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു മെമ്മറി ഫോം യൂസ് ചെയ്യുന്നതിന്റെ ഒരു ഗുണം, അതായത് ക്വാളിറ്റി കൂടുന്നതിനനുസരിച്ച് നമുക്ക് നല്ല ബാക്ക് സപ്പോർട്ട് കിട്ടും, നല്ല കംഫോർട്ട് കിട്ടും, ചൂട് കുറയും, അങ്ങനെയൊക്കെയുള്ള കുറെ പ്രയോജനങ്ങളുണ്ട്. അപ്പൊ അത് വെച്ച് നോക്കുന്നുണ്ട് 100% പ്യൂർ ആയിട്ടുള്ള മെമ്മറി ഫോം വേക്ക് ഫിറ്റിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാട്രസിന്റെ ഫിംനെസ് ലെവൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 to 10 ഇതിനെ കണക്കാക്കാം. 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള മാട്രസ്, 10 എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചധികം ഹാർഡ് ആയിട്ടുള്ള മാട്രസ് ആയിരിക്കും. അപ്പം ഒത്തിരി ഹാർഡ് ആയാൽ പ്രശ്നമാണ്, ഒത്തിരി സോഫ്റ്റ് ആയാലും നമുക്ക് പ്രശ്നമാണ്. നമുക്ക് ഇതിന്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു മാട്രസ് ആണ് ഏറ്റവും ബെറ്റർ. ഇവിടെ എമ മാട്രസിന്റെ ഫിംനെസ് വരുന്നത് 7 ആണ്. അപ്പോൾ 7 എന്ന് പറയുമ്പോൾ കുറച്ച് ഹാർഡർ സൈഡിലേക്കായിരിക്കും പോകുന്നത്. ഇനി വേക്ക് ഫിറ്റിന്റെ ഫിംനെസ് ലെവൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5 ആണ്. അതായത് ഒത്തിരി ഹാർഡുമല്ല ഒത്തിരി സോഫ്റ്റുമല്ല, ഇതിന്റെ ഇടയിൽ നിൽക്കുന്ന ഒരു ഫിംനെസ് ആണ് നമുക്ക് വേക്ക് ഫിറ്റിൽ കിട്ടുന്നത്. അപ്പം നിങ്ങൾ ഒരു മീഡിയം ഫിംനെസ് ലെവലുള്ള മാട്രസ് ആണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ആയിരിക്കും വേക്ക് ഫിറ്റ് മാട്രസ്. ഇനി കുറച്ചുകൂടി ഹാർഡായിട്ടുള്ള ഒരു മാട്രസ് വേണമെന്നാണ് നിങ്ങളുടെ പ്ലാൻ എന്നുണ്ടെങ്കിൽ അപ്പം നിങ്ങൾക്ക് എമ മാട്രസിലേക്ക് പോകാൻ പറ്റും. എമ മാട്രസിന്റെ ഫസ്റ്റ് കവറിംഗ് വരുന്നത് ഓക്ടെക് സർട്ടിഫൈഡ് ആയിട്ടുള്ള ആന്റി അലർജിക് ആയിട്ടുള്ള ഒരു കവറിംഗ് ആണ്. ഇനി നമുക്ക് വേക്ക് ഫിറ്റിലേക്ക് വരാം. വേക്ക് ഫിറ്റിന്റെ ഔട്ടർ കവർ വന്നിരിക്കുന്നത് എയറോടെക്സ് നിറ്റ് ഫാബ്രിക്സിലാണ്. ഇത് ബ്രീത്തബിൾ ആയിട്ടുള്ള ഒരു ലെയർ ആണ്. അതോടൊപ്പം ഹൈപ്പോ അലർജനിക് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണിത്. ഇനി എമ മാട്രസിന്റെ ഫസ്റ്റ് ലെയർ ആയിട്ട് വരുന്നത് എർഗോസെൽ ഫോം ആണ്. ഇത് ബ്രീത്തബിൾ ആയിട്ടുള്ള സ്വെറ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു ലെയർ ആണ്. അടുത്തത് വേക്ക് ഫിറ്റിന്റെ ഫസ്റ്റ് ലെയർ ആയിട്ട് വരുന്നത് 1.25 ഇഞ്ചിന്റെ ഷേപ്സ് ആൻഡ് ഓർത്തോ മെമ്മറി ഫോം ആണ്. ഈ ഒരു ലെയറിന്റെ റോള് പ്രോപ്പർ സ്പൈൻ അലൈൻമെന്റും ബാക്ക് സപ്പോർട്ടും ആണ്. ഇനി എമ മാട്രസിൽ രണ്ടാമത്തെ ലെയർ ആയിട്ട് വരുന്നത് ഹൈപ്പർ അഡാപ്റ്റ് ഫോം ആണ്. ഈ ഒരു ലെയർ ആണ് നമുക്ക് മാക്സിമം കംഫർട്ട് പ്രൊവൈഡ് ചെയ്യുന്നതും നമ്മുടെ ബോഡി മൂവ്മെന്റ് ഒക്കെ അഡാപ്റ്റ് ചെയ്യുന്നതും ഒപ്പം ബോഡി സപ്പോർട്ടും ബോഡി അലൈൻമെന്റും ഒക്കെ പ്രോപ്പർ ആയിട്ട് കീപ്പ് ചെയ്യുന്നത് ഈ ലെയർ ആണ്. അടുത്തതായിട്ട് വേക്ക് ഫിറ്റിന്റെ സെക്കൻഡ് ലെയർ ആണ് 2.75 ഇഞ്ചിന്റെ റെസ്പോൺസീവ് സപ്പോർട്ട് ലെയർ ആണ്. അപ്പൊ ഈ ഒരു ലെയറിന്റെ പ്രയോജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലെയർ ബോഡി സപ്പോർട്ട് നൽകും. അതേപോലെ മാട്രസിന് ആവശ്യമായിട്ടുള്ള ഫിംനെസ് ലഭിക്കുന്നത് ഈ ഒരു ലെയറിലൂടെയാണ്. അതിനോടൊപ്പം മോഷൻ ട്രാൻസ്ഫർ റിഡ്യൂസ് ചെയ്യുന്ന ഒരു ലെയറോടാണ് ഈ ഒരു ലെയർ. ഇപ്പം 2-3 പേരുടെ മാട്രസിൽ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത് കിടക്കുന്ന ആൾ അനങ്ങുമോ
തിരിയോ എഴുന്നേക്കോ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ ആ ഒരു മോഷൻ ട്രാൻസ്ഫർ ഈ ഒരു ലെയർ ആയിരിക്കും റെഡ്യൂസ് ചെയ്യുന്നത്. ഇനി എമ മാട്രസിന്റെ ലാസ്റ്റ് ലെയർ അല്ലെങ്കിൽ ബോട്ടം കവറിംഗ് ആയിട്ട് വരുന്നത് റീഇൻഫോഴ്സ്ഡ് എഡ്ജ് സ്റ്റെബിലിറ്റി ലെയർ ആണ്. ഇത് മാട്രസ് സപ്പോർട്ടിനും മാട്രസ് സ്റ്റെബിലിറ്റിക്കും വേണ്ടിയുള്ള ലെയർ ആണ്. അതിനോടൊപ്പം തന്നെ ബെഡിൽ ഇട്ട് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മെത്ത നിരങ്ങി പോകാതിരിക്കാൻ വേണ്ടിയൊക്കെയുള്ള സപ്പോർട്ട് നൽകുന്ന ഒരു ലെയർ കൂടിയാണ് ലാസ്റ്റിലത്തെ ഈ ലെയർ. വേക്ക് ഫിറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്തതായിട്ട് ഒരു ലെയർ കൂടിയുണ്ട്. തേർഡ് ലെയർ ഹൈ ഡെൻസിറ്റി ബേസ് ഫോം ആണ്. ഈ ഒരു ലെയർ ആണ് മാട്രസിന് സ്ട്രക്ചറൽ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് നൽകുന്നത്. അതായത് കുറെ കാലം നമ്മൾ ഈ മാട്രസ് യൂസ് ചെയ്താലും മാട്രസിന്റെ ഷേപ്പിൽ ചേഞ്ച് ഒന്നും ഇല്ലാതെ കീപ്പ് ചെയ്യുന്നത് ഈ ബേസ് ലെയർ ആണ്. ഒപ്പം തന്നെ ഈ രണ്ട് മാട്രസും രണ്ട് കമ്പനികളുടെയും ഒഫീഷ്യൽ വെബ്സൈറ്റുകളിൽ നിന്നും പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അടുത്തതായിട്ട് എമ മാട്രസും വേക്ക് ഫിറ്റും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ എമയിൽ അവൈലബിൾ അല്ലാത്ത ഒരു കാര്യമാണ് എക്സ്പീരിയൻസ് സെന്ററുകൾ. വേക്ക് ഫിറ്റിൽ നമുക്ക് എക്സ്പീരിയൻസ് സെന്ററുകൾ അവൈലബിൾ ആണ്. ഈ മാട്രസ് വാങ്ങുന്നതിന് മുമ്പ് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാനായിട്ട് സാധിക്കും. പക്ഷേ എമയിൽ അങ്ങനെ ഒരു സൗകര്യം അവൈലബിൾ അല്ല. വേക്ക് ഫിറ്റ് ഇന്ത്യയിൽ 33 സിറ്റീസിലായിട്ട് 97+ എക്സ്പീരിയൻസ് സെന്ററുകൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. മാട്രസുകൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാനായിട്ട് ജസ്റ്റ് ഈ എക്സ്പീരിയൻസ് സെന്ററുകൾ വിസിറ്റ് ചെയ്താൽ മതി. ഇനി മാട്രസുകളുടെ റിവ്യൂ ചെക്ക് ചെയ്യുമ്പോൾ 4,54,000 പ്ലസ് 4.5 സ്റ്റാർ റേറ്റിംഗ് ആണ് വേക്ക് ഫിറ്റ് മാട്രസിന് വന്നിട്ടുള്ളത്. എമ മാട്രസിലേക്ക് വരുമ്പോൾ 24,000 പ്ലസ് 4.6 റേറ്റിംഗ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ റേറ്റിംഗ് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കൂടുതൽ ആളുകൾ വേക്ക് ഫിറ്റ് മാട്രസിനാണ് കൂടുതൽ റിവ്യൂസ് നൽകിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം വേക്ക് ഫിറ്റിന് 2 മില്യൺ പ്ലസ് ഹാപ്പി കസ്റ്റമേഴ്സ് ഉള്ള ഒരു ബ്രാൻഡാണ്. അതേപോലെ തന്നെ അപ് ടു 15 ഇയേഴ്സിന്റെ വാറണ്ടി വേക്ക് ഫിറ്റ് കൊടുക്കുന്നുണ്ട്. 100 ഡേയ്സിന്റെ ഫ്രീ ട്രയലും ഈ മാട്രസിൽ കിട്ടും. ഇതേപോലെ എമ മാട്രസിലും 15 ഇയേഴ്സിന്റെ വാറണ്ടിയും 100 ഡേയ്സിന്റെ ഫ്രീ ട്രയലും ലഭിക്കുന്നുണ്ട്. രണ്ട് മാട്രസുകളും വാക്വം റോൾ പാക്കിങ്ങിലാണ് വരുന്നത്. പിന്നെ വേക്ക് ഫിറ്റ് ഒരു ഇന്ത്യൻ ബ്രാൻഡ് കൂടിയാണ്. ഒപ്പം തന്നെ രണ്ട് മാട്രസുകളുടെയും സൈസ് കസ്റ്റമൈസ് ചെയ്തുകൊണ്ട് ഇവരുടെ സൈറ്റുകളിൽ നിന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. എമ മാട്രസും വേക്ക് ഫിറ്റും ഏകദേശം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്തു. ഇനി ഇതിൽ ഏത് മാട്രസ് വാങ്ങും എന്നുള്ള ഒരു ഡൗട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കും. എന്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. ഞാൻ മനസ്സിലാക്കിയിടത്തോളം വേക്ക് ഫിറ്റിൽ നമുക്ക് എക്സ്പീരിയൻസ് സെന്ററുകളുണ്ട്. ആവശ്യക്കാർക്ക് എക്സ്പീരിയൻസ് സെന്റർ വിസിറ്റ് ചെയ്തുകൊണ്ട് ഇത് ചെക്ക് ചെയ്ത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്താൽ മതി. രണ്ട് മാട്രസുകളുടെയും ക്വാളിറ്റി ഏകദേശം ഒരേപോലൊക്കെ വരുന്നുണ്ടെങ്കിൽ പോലും ഇതിന്റെ പ്രൈസിംഗിൽ ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ ഏത് മാട്രസ് വാങ്ങണമെന്നുള്ളത് അത് നിങ്ങളുടെ ചോയ്സ് ആണ്. രണ്ട് മാട്രസുമായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഞാൻ കമ്പയർ ചെയ്ത് പറഞ്ഞു. നിങ്ങൾ ഇതിൽ ഡിസൈഡ് ചെയ്യുക ഏത് മാട്രസ് വാങ്ങണമെന്നുള്ളത്. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ബൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് ഈ മാട്രസുകൾ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുള്ളവർ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റോടെ ചെയ്തേക്കുക. തീർച്ചയായിട്ടും റിപ്ലൈ കിട്ടുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിലും നല്ലൊരു അറിവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.